വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരത്തുക നൽകുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥരെയാണ് ശാസിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനല്ല ശമ്പളം നൽകുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരേതാണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ഒരാൾക്കാരെല്ലാം ഉണ്ട്. ഉദ്യോഗത്തിന്റെ രംഗത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു, കൃത്യമായ എന്നോണം ഞങ്ങൾക്കെല്ലാം ശമ്പളം കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. കാട്ടുപന്നിയെ കൊന്നു തിന്നുന്നതിന് അനുമതി നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ഈ ശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെ ശല്യം വീണ്ടും പലയിടങ്ങളിലും ആളുകളെ ആക്രമിക്കുന്നതിലേക്ക് എത്തി. ഞാനൊക്കെ വ്യക്തിപരമായുള്ള എൻ്റെ അഭിപ്രായം ഈ കൊല്ലുന്ന പന്നിയെ തിന്നാൻ കഴിയണം എന്നുള്ളത്. പക്ഷേ എന്നാൽ കേന്ദ്ര നിയമത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ അത് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പന്നിയെ കൊന്ന് തിന്നാൻ ജനങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിന് കുറച്ചുകൂടി വേഗത്തിൽ പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പക്ഷേ ഇരിക്കുന്ന നിയമം അനുസരിച്ച് വലിയ പ്രശ്നമല്ല. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുടെ ഗണത്തിൽ പെടുന്നതല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നോക്കേണ്ടതിനാണ്. അശ്വിൻ പാലാടിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിനിയും മറ്റൊരു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മന്ത്രിയുടെ വിമർശനം. ഏതു പശ്ചാത്തലത്തിലായിരുന്നു അത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ആലപ്പുഴയുടെ തെക്കൻ മേഖല, പ്രത്യേകിച്ച് ചാരുമൂട്, നൂർനാട് അടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ കാട്ടുപന്നിയുടെ ശല്യം വലിയ തോതിലുണ്ട്. കർഷകരെ സംബന്ധിച്ച് അത് വലിയ ദുരിതവുമാണ്. അങ്ങനെ അവിടെ പാലമേൽ പഞ്ചായത്ത് ഈ കാട്ടുപന്നികളെ കൃഷിയിടങ്ങളിൽ തുരുത്താൻ ഒരു ഇലക്ട്രിക് ഫെൻസിങ്, സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്ന സോളാർ ഫെൻസിങ് കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ പദ്ധതി ഉദ്ഘാടന വേളയിലാണ് ഈ കാട്ടുപന്നി ആക്രമണത്തിൽ 2020 പരിക്കേറ്റ 2 പേർക്ക് സർക്കാർ സഹായം വൈകുന്നത് മന്ത്രി എടുത്തു പറഞ്ഞു. അതിന് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അലംഭാവമായിരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ കണ്ടെത്തൽ. അങ്ങനെ ഈ വനം വകുപ്പിൽ ഉദ്യോഗസ്ഥരാണ് ഈ സഹായം വൈകിപ്പിച്ചതെന്ന മന്ത്രി കളക്ടറേറ്റിൽ നടന്നൊരു യോഗത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതാണ് പൊതുവേദിയിൽ ആ ഉദ്യോഗസ്ഥരെ കൂടി ഇരുത്തിക്കൊണ്ട് മന്ത്രി അതിരൂക്ഷ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. വനം മന്ത്രിയോടും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട്. 2020 നടന്ന സംഭവത്തിൽ 2025 ആയിട്ടും ഇവർക്ക് ഈ പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഒരു ഫയലിൽ ഈ ഉദ്യോഗസ്ഥർ ഒപ്പിടാത്തതാണ് ഇത്രയും കാലം ഇവർക്ക് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളാരും ചക്രവർത്തികളല്ല എന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നുണ്ട് മന്ത്രി. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാണ് നിങ്ങൾക്ക് സർക്കാർ നികുതി പണത്തിൽ നിന്ന് ശമ്പളം നൽകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും വലിയ താക്കീതും ഈ പൊതുവേദിയിൽ തന്നെ നൽകി. അതേ വേദിയിൽ തന്നെയാണ് ഈ പന്നികളുടെ ആക്രമണം, അതിൽ പിടികൂടുന്ന പന്നികളെ കൊന്നു തിന്നാൻ ഒരു നിയമം വേണം, അല്ലെങ്കിൽ ആ നിയമം ഇപ്പോൾ അനുവദിക്കുന്നില്ല. അങ്ങനെ കൊന്നു തിന്നാൽ ഉടൻ എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതായത് കാട്ടുപന്നികളെ പോലുള്ള ജീവികൾ കൃഷിയിടത്തിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാ മന്ത്രി പറയുന്നത്. നിലവിൽ ഉള്ളൊരു കേന്ദ്ര നിയമത്തെ മന്ത്രി തന്നെ പൊതുവേദിയിൽ വിമർശിക്കുകയാണ്, തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്തായാലും ഇങ്ങനെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്നലെ നൂർനാട് നടന്ന ഈ പരിപാടിയിൽ മന്ത്രി പരസ്യമായി തന്നെ വേദിയിൽ പറഞ്ഞത്. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.